ബി.ജെ.പിയുടെ വർഗീയവൽക്കരണത്തെ കാവ്യവൽക്കരണമെന്ന് വിശേഷിപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രശ്നമേ അല്ല. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിന്ന് അധികാര സൗഭാഗ്യങ്ങൾ നേടുക. ഇപ്പോൾ അവർക്ക് ബി.ജെ.പിയുടെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് ബി.ജെ.പിയുമായി കീഴടങ്ങുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് PMC പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. CPI അണികൾ മാത്രമല്ല, അണികൾ മുടിനാര ഇട പോലെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ KPCC ഓഫീസിൽ എത്ര പേരാണ് CPI വരുന്നത്. നാണം കെട്ട് CPM-ൻ്റെ കൂടെ നിൽക്കേണ്ട, അതിനേക്കാളും ഭേദം കോൺഗ്രസ് ആണെന്ന് അണികൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പണമല്ല, അവർക്ക് മൂന്നാം ഭരണം കിട്ടുന്നതിന് എവിടെയെങ്കിലും കുറേ സ്ഥലങ്ങളിൽ RSSൻ്റെ സഹായം വേണമെന്നുള്ളതിൻ്റെ ധ്വനിയാണ് ഇപ്പോഴുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. നമസ്കാരം. PM ശ്രീ പദ്ധതിയെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ഒടുവിൽ ആ പദ്ധതിയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവെച്ചത്. ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസും അതുകൂടാതെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ CPI ഇതിനെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ഈ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു, നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്, ഈ ഫണ്ടിന് വേണ്ടി നയമാറ്റം എങ്ങനെ സാധ്യമായി എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. CPM-നെ സംബന്ധിച്ചോളം ആദ്യം എതിർക്കും, പിന്നെ അനുകൂലിക്കും. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർവൽക്കരണം, നഖശിഖാന്തം വെറുത്തു, കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊട്ടിച്ചു, അനുകൂലിച്ചില്ലേ? സ്വാശ്രയ കോളേജ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തതാര? CPM. അവസാനം അതിനെ അനുകൂലിച്ചില്ലേ? ADB വായ്പ വന്നപ്പോൾ അതിനെതിർത്തു, അതിനെ അംഗീകരിച്ചില്ലേ? അതുപോലെ എത്രയോ സംഭവങ്ങളാണ്. അപ്പോൾ CMSനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആണവ കരാറിനെ കുറിച്ച് പറഞ്ഞ് മുന്നണി വിട്ടുപോയവരാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ CPM-ന് പ്രത്യയശാസ്ത്രപരമായ ബോധമില്ലാതായിരിക്കുന്നു. മാത്രമല്ല, BJPയുടെ വർഗീയവൽക്കരണത്തെ കാവ്യവൽക്കരണമെന്ന് വിശേഷിപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രശ്നമേ അല്ല. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നിന്ന് അധികാര സൗഭാഗ്യങ്ങൾ നേടുക, അതായത് കേരളത്തിൽ തുടർഭരണം കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ രഹസ്യമായി RSSുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മോദിയെ വിമർശിക്കുന്ന ഒരു നിലപാട് കേരള മുഖ്യമന്ത്രിയോ CPM എടുത്തിട്ടില്ല. തെറ്റായ എത്രയോ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ദേശീയ നയം എന്നുള്ള നിലയിൽ എതിർക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല. കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തിൽ എതിർത്തിട്ടില്ലേ? ആദ്യം സംസ്ഥാന വിഷയമായിരുന്നു. കൺകറന്റ് ലിസ്റ്റിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തത് CPM-ആണ്. കാരണം എന്താ? അത് കേന്ദ്രത്തിൻ്റെ പിടി വരാൻ പോകുന്നു. അന്ന് ഉണ്ടാക്കിയ ഫോർമുലയിലൊന്നും ദേശവിരുദ്ധമായ ഒന്നുമില്ല. ഒരു ഏകീകൃത ഫോർമുല ഉണ്ടാക്കി, 10+2+3 എന്ന ഫോർമുല. ആ ഫോർമുലയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രീ ഡിഗ്രി ബോർഡ് വന്നത്. പ്രീ ഡിഗ്രി ബോർഡെന്ന് വന്നപ്പോൾ 10+2 എന്നുള്ള നിലയിൽ വന്നപ്പോൾ അതിനെടുത്തു. പിന്നീട് ഇവർ തന്നെയല്ലേ അത് +2 സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കാലാകാലങ്ങളിൽ അവർ ഞങ്ങളുടെ ആശയപരമായ ആദർശപരമായ പ്രശ്നമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഗവൺമെൻറ് വന്നാലും CPM ഗവൺമെൻറ് വന്നാലും എതിർക്കും. പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്ക് കീഴടങ്ങില്ല, കേന്ദ്രവും ഭരണവും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര വിരുദ്ധ സമരവും എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ അവർക്ക് BJPയുടെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് BJPയുമായി കീഴടങ്ങുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് PMC പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ CPIയുടെ ഒരു നിലപാട്, അതായത് നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഉള്ളത്. CPI ശരിയും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അടിമത്തം പേറി കഴിയുകയാണ്. അവിടെ പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ B ടീമാണെന്ന്. B ടീം എന്ന് പറയുന്നതിനേക്കാളും മോശമാണ്. B ടീം എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനമെങ്കിലുണ്ടല്ലോ. അവർ പറയുന്നതിന് ഒരു പുല്ലുവില പോലും ഇല്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അത് എപ്പോഴും എങ്ങനെയാണ്? ആദ്യം PK വാസുദേവൻ നായർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൂടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ച് EMSൻ്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം വീണ ആളാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അവഗണന എന്താണ്? വെളിയം മാർഗം വന്നപ്പോൾ അദ്ദേഹം കുറച്ച് തിരുത്തൽ എന്നുള്ള പേരിൽ അദ്ദേഹം ശബ്ദിക്കുമായിരുന്നു. പക്ഷേ ആശാനും അധികം നാൾ അതിന് പറ്റിയില്ല. അവസാനം കീഴടങ്ങേണ്ടി വന്നു. CK ചന്ദ്രപ്പന് പോലെ കുറച്ചുകൊണ്ടിരുന്നു. അവസാനമായപ്പോൾ എന്ത് പറ്റി? അദ്ദേഹവും കീഴടങ്ങി. കാനം രാജേന്ദ്രൻ ചില പ്രശ്നങ്ങളിൽ അതിശക്തമായ നിലപാട് എടുത്തു.
അവസാനം മുന്നണി വിടുമെന്നുള്ള ഘട്ടം വരെ എത്തി. മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. പക്ഷേ അവസാനം കാനം രാജേന്ദ്രനും ആയുധം വെച്ച് കീഴടങ്ങി. അതേ മാർഗം തന്നെയാണ് ബിനോയ് വിശ്വം തുടരുന്നുവെന്നാണ് ഇന്ന് എല്ലാവരും കരുതുന്നത്. കാരണം കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നത് പോലെ ഇന്നവർ കുടച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൻ്റെ പരിസമാപ്തി എന്താണെന്നുള്ളത് വ്യക്തമല്ല. കാരണം നേതാക്കന്മാർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അണികൾ ഇളകിയിരിക്കുന്നു. CPIയുടെ അണികൾ ഇളകിയിരിക്കുന്നത് മാത്രമല്ല, അണികൾ മുടിനാരിട പോലെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ KPCC ഓഫീസിൽ എത്ര പേരാണ് CPIക്കാർ വരുന്നത്? നാണം കെട്ട് CPMൻ്റെ കൂടെ നിൽക്കേണ്ട, അതിനേക്കാളും ഭേദം കോൺഗ്രസ് ആണെന്ന് അണികൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഈ ഒരു CPI നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ മുൻപ്, അതായത് ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിന് സംഭവിക്കരുത് എന്നുള്ള ഒരു നിശ്ചിതമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ദേശീയതലത്തിൽ CPI ആണല്ലോ രണ്ടാമത്തെ കക്ഷിയായിരുന്നത്. CPI നേതാവ് എന്ന നിലയിലാണ് AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായത്. ഭിന്നിപ്പുണ്ടായപ്പോഴും ദേശീയതലത്തിൽ കേരളവും ബംഗാളും ഒഴിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും CPIക്കാർക്ക് മുൻതൂക്കം. ഇന്നും കേരളം കഴിഞ്ഞാൽ ദേശീയ പാർട്ടി എന്ന നിലയിൽ ഈ അടിത്തറയുള്ളത്, എല്ലാ സംസ്ഥാനങ്ങളും അടിത്തറയുള്ളത് CPIക്കാണ്. ആ CPI ഇപ്പോഴും അടിമത്തം പേര് നിൽക്കുകയാണ്. ജന്മി കുടിയാൻ ബന്ധം അവർ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും CPM പറമ്പിലെ കുടികിടപ്പുകാരാണ്. ആ ബന്ധത്തിൻ്റെ ഒരു മാനസികമായ അടിമത്തം ഇനിയെങ്കിലും അവസാനിക്കുന്നില്ലെങ്കിൽ CPIക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവർക്ക് പഴയ കാലത്തെക്കുറിച്ച് ഓർക്കാനേ പറ്റൂ. സത്യം പറഞ്ഞാൽ 69 മുതൽ 79 വരെ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. ആ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന കാലമാണ് CPIയുടെ സുവർണകാലം. കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രി സ്ഥാനം, മുഖ്യകക്ഷി. പക്ഷേ 2 തവണ അച്യുത് മേനോനെയും PK വാസുദേവനെയും മുഖ്യമന്ത്രിയെ അവരോധിക്കാൻ കോൺഗ്രസ് മടി കാണിച്ചില്ല. M.N. ഗോവിന്ദ് നായർ, TB തോമസ് പ്രമുഖ നേതാക്കൾ എന്ന നിലയിൽ അവർക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തു. അപ്പോൾ CPIയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദരണീയമായ സ്ഥാനം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ PK വാസുദേവൻ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് കളഞ്ഞുകൊണ്ട് പോയി. സത്യം പറഞ്ഞാൽ വരരാജൻ നായർ മുഖ്യമന്ത്രി ആവേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഔദാര്യത്തിലാണ് PKV മുഖ്യമന്ത്രിയായത്. ആ PKV ആരോടും ചോദിക്കാതെ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ദേശീയ തീരുമാനമാണെന്ന് പറഞ്ഞ് അവർ കീഴടങ്ങി. അതിനുശേഷം ഇപ്പോഴും കീഴടങ്ങൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CPI ഇപ്പോഴും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റിൽ എങ്ങനെ തുടരും? കേരളത്തിലെ CPM ഭരണത്തിൽ ഇപ്പോൾ കൂട്ടുത്തരവാദിത്തമുണ്ടോ? മുന്നണി കൂടി തീരുമാനമെടുക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പോൾ കൂട്ടുത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞത് ബിനോയ് വിശ്വമാണ്. അപ്പോൾ കൂട്ടുത്തരവാദിത്തം ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റിൽ, മന്ത്രിസഭയിൽ എങ്ങനെ അവർ തുടരുന്നു? ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കണ്ടേ? അവർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നാണം കെട്ട് തുടരില്ല, ആ ബന്ധം ഉപേക്ഷിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം. ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം CPMനും BJPക്കും ഒരേ നയമാണ്. അധികാരം കിട്ടിയപ്പോൾ 57-ൽ കേരളത്തിൽ ചുവപ്പുവൽക്കരണത്തിനാണ് ശ്രമിച്ചത്. പാഠപുസ്തകങ്ങൾ മുഴുവൻ ചുവപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. റഷ്യയിലെയും ചൈനയിലെയും ഭരണത്തെ പ്രകീർത്തിക്കുന്ന പാഠഭാഗങ്ങളുണ്ടായിരുന്നു. അന്ന് സുകുമാർ അഴിക്കൊണ്ടപ്പോഴാണ് തീർത്തത്. പിന്നീട് പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ നിലപാടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ ചുവപ്പുവൽക്കരണം നടക്കാതെ പോയത്. അസമയം BJP അങ്ങനല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി കാവ്യവൽക്കരണമാണ് എല്ലാ മേഖലകളിലും, സാംസ്കാരിക രംഗത്തും എല്ലാം അത് തന്നെയാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ നയം രൂപീകരിച്ചപ്പോൾ തന്നെ കാവ്യവൽക്കരണമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞതാരാ? കേരള മുഖ്യമന്ത്രിയാ, CPM നേതാക്കളാണ്, കോൺഗ്രസ്സുകാരും പറഞ്ഞു. അപ്പോൾ ആ കാവ്യവൽക്കരണത്തിൻ്റെ പാതയിലാണ് ഈ നയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് കാശ് കിട്ടിയാൽ മതി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാവ്യവൽക്കരണം ഒരു പ്രശ്നമല്ല. BJPയുടെ കാവ്യയുടെ തണലിൽ തങ്ങൾക്ക് അധികാരം കിട്ടുന്നെങ്കിൽ അധികാരം കിട്ടട്ടെ. ഇപ്പോൾ പണത്തിന് വേണ്ടിയാണ് പറയുന്നത്. പണമല്ല, അവർക്ക് മൂന്നാം ഭരണം കിട്ടുന്നതിന് എവിടെയെങ്കിലും കുറേ സ്ഥലങ്ങളിൽ RSSൻ്റെ സഹായം വേണമെന്നുള്ളതിൻ്റെ ധ്വനിയാണ് ഇപ്പോഴുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ CPI അവരുടെ നയം മാറ്റിയിട്ടില്ല, അത് വ്യക്തവുമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് CPI അടിമത്തം അവസാനിപ്പിക്കണം എന്നാണ് ചെറിയാൻ ഫിലിപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.